Hello everyone, welcome back to Xylem, welcome back to the world of English. നിങ്ങളുടെ സ്വന്തം നാച്ചു സാറാണ്. Our ഓണം എക്സാമിനേഷൻ ഈസ് ജസ്റ്റ് അറൗണ്ട് ദ കോർണർ. വളരെ കുറച്ച് ദിവസം മാത്രമേ നമുക്ക് മുമ്പിലുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇംഗ്ലീഷ് എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് ഇപ്പോഴേ ലീക്ക് ചെയ്ത് തരട്ടെ. ആരോടും പറയണ്ട. നോക്ക്, ഇതാണ് ചോദ്യം. നത്തിങ് ട്വൈസ് എന്ന് പറഞ്ഞ പോയത്തിന്റെ അപ്രിസിയേഷൻ ഉറപ്പായും ഈ പരീക്ഷയിൽ ചോദിക്കും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആക്ച്വലി കഴിഞ്ഞ വർഷം ഞാൻ ഇതേ കോണ്ടന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ അപ്രിസിയേഷൻ ഒരു വലിയ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോക്ക് അത്യാവശ്യം നല്ല റിസപ്ഷൻ ഉണ്ടായിരുന്നു. 80,000-ഓളം ആളുകൾ അത് കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൽ വളരെ കോമൺ ആയിട്ടൊരു കോമന്റ് ആയിരുന്നു, സാർക്ക് കുറച്ചുകൂടെ ലളിതമായ വാക്കുകൾ ഉപയോഗിക്കായിരുന്നു, സാർക്ക് കുറച്ചുകൂടെ സിമ്പിളായിട്ട് അപ്രിസിയേഷൻ പഠിപ്പിക്കാമായിരുന്നു എന്നുള്ളത്. ആൻഡ് ഞാൻ അതിനെ വളരെ പോസിറ്റീവായിട്ട് എടുക്കുന്നു. നമ്മൾ അതിനെ ഏറ്റവും സിമ്പിളായി പഠിക്കാൻ വേണ്ടി പോകണം. ലെറ്റ്സ് ഡു ഇറ്റ്. സോ ലെറ്റ്സ് മേക്ക് ദിസ് വെരി സിമ്പിൾ. നമ്മൾ ഈ അപ്രിസിയേഷനെ 3 പാരഗ്രാഫുകളിലായി സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇത് ഓർമ്മിച്ച് വെക്കാൻ വേണ്ടി പറ്റും. പാരഗ്രാഫ് നമ്പർ 1 ഇൻട്രൊഡക്ഷൻ ആണ്. ഇൻട്രൊഡക്ഷനിൽ നിങ്ങൾ ടൈറ്റിൽ ഓഫ് ദ പോയം കൃത്യമായി പറഞ്ഞിട്ടുണ്ടാവണം, അബൌട്ട് ദ പോയിന്റിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടാവണം, ദെൻ തീം ഓഫ് ദ പോയിന്റിനെ കുറിച്ച് പ്രൊഫൈലൊന്നും എഴുതി വെക്കണം. ആദ്യത്തെ പാരഗ്രാഫ്, ആ കുഞ്ഞു പാരഗ്രാഫ് ഏകദേശം ഇതുപോലെ ഉണ്ടായിരിക്കും. ഇത് എളുപ്പത്തിൽ നമുക്ക് പഠിക്കാനും പറ്റും. നത്തിങ് ട്വൈസ് ആൻഡ് അപ്രിസിയേഷൻ. ഞാൻ ടൈറ്റിൽ കൃത്യമായി കൊടുത്തു. എന്നിട്ട് ഞാൻ പറയാണ്, നത്തിങ് ട്വൈസ് ഇസ് എ ഡീപ്പ് ആൻഡ് തോട്ട്ഫുൾ പോയം. നത്തിങ് ട്വൈസ് ഒരു ബ്യൂട്ടിഫുൾ പോയം ആണെന്ന് പറയാം, പക്ഷേ അതിന് നല്ലത് എന്താണ്, നത്തിങ് ട്വൈസ് ഒരു ഡീപ്പ് ആൻഡ് തോട്ട്ഫുൾ പോയമാണ്. ബൈ ദി ഫേമസ് പോളിഷ് പോയറ്റ് ബിസ്ലാവ സിംപോസ്ക. ആരാണ് എഴുതിയത്? പോളിഷ് പോയറ്റ് ആയിട്ടുള്ള ബിസ്ലാവ സിംപോസ്കയാണ്. നമ്മൾ ആദ്യത്തെ 2 കാര്യവും പറഞ്ഞു കഴിഞ്ഞു. അടുത്ത നമ്മൾ ഇതിന്റെ തീം ഏറ്റവും സിമ്പിൾ ലാംഗ്വേജിൽ പറയാൻ വേണ്ടി പോവാണ്, പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എളുപ്പത്തിൽ റീകളക്ട് ചെയ്യാൻ വേണ്ടി രീതിയിൽ. ഇറ്റ് ടോക്സ് അബൌട്ട് ഹൗ ടൈം പാസസ് ക്വിക്ക്ലി. എങ്ങനെയാണ് സമയം വേഗത്തിൽ കടന്നു പോകുന്നത് എന്നാണ് ഈ പോയം പറയുന്ന ഒരു കാര്യം. അടുത്തത് എന്താണ്? ആൻഡ് എവ്രി മൊമെന്റ് ഈസ് യുണീക്ക്. ജീവിതത്തിൽ ഓരോ മൊമെന്റും എന്താണ്? യുണീക്ക് ആണ്, വൺ ഓഫ് ഇറ്റ്സ് കൈൻഡ് ആണ് എന്നാണ്. ഇതിന്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 1-2 സെന്റൻസുകളൊക്കെ എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ. ഇറ്റ് ഓൾസോ സേസ് ലൈഫ് കനോട്ട് ബി റിപ്പീറ്റഡ് ഓർ ഈച്ച് മൊമെന്റ് ഇൻ ലൈഫ് ഈസ് വൺ ഓഫ് ഇറ്റ്സ് കൈൻഡ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ തന്നെ രീതിയിൽ ആഡ് ചെയ്യാം. ദ പോയം ടെൽസ് us to enjoy the present. ഈ പോയം നമ്മളോട് പറയുന്ന ഒരു കാര്യം എന്താണ്? പ്രസന്റ്, നമ്മുടെ വർത്തമാനകാലം, ഇപ്പോഴുള്ള ഈ മൊമെന്റ് എന്താണ്? എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് നോട്ട് വറി ടു മച്ച് അബൌട്ട് ദ പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ. പാസ്റ്റിനെ കുറിച്ചും ഫ്യൂച്ചറിനെ കുറിച്ചും വല്ലാതെ വറി ചെയ്യാതെ. സോ ഇത് ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു ഇൻട്രൊഡക്ഷൻ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ കമന്റ് താഴെ അറിയിക്കണം. അപ്പൊ നമുക്ക് 2ാമത്തെ പാരഗ്രാഫിലേക്ക് പോകാം. എന്തൊക്കെയാണ് 2ാമത്തെ പാരഗ്രാഫിൽ ഉണ്ടാവുക നോക്കാം. സോ പാരഗ്രാഫ് 2 വളരെ ക്രൂഷ്യലാണ്. പാരഗ്രാഫ് 2ലാണ് നമ്മൾ തന്നിരിക്കുന്ന ലൈൻസിന്റെ അല്ലെങ്കിൽ കവിതയിലെ ലൈൻസിന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടത്. എക്സ്പ്ലനേഷൻ നമ്മൾ ലൈൻ ബൈ ലൈൻ കൊടുക്കണമെന്നൊന്നുമില്ല, ഏകദേശം ഒരു ഷോർട്ട് സമ്മറി കൊടുത്താലും മതി. സോ ഞാൻ ഈ പോയത്തിന്റെ ഷോർട്ട് സമ്മറി അല്ലെങ്കിൽ എക്സ്പ്ലനേഷനെ പോയിന്റ്സ് ആയിട്ട്, ഇത് ഇച്ചിരി വലിയ പോയമാണ്, കുറെ എന്താ പറയുക ഐഡിയാസ് ഒക്കെ ഉള്ള പോയമാണ്, പക്ഷെ എളുപ്പത്തിൽ നാച്ചു സാർ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. എൻ്റെ കൂടെ 2 മിനിറ്റ് ഇരുന്നോളൂ. നോക്കൂ, 1ാമത്തെ പോയിന്റ്. The poet says that each moment in life is unique. ജീവിതത്തിലെ ഓരോ മൊമെന്റും എന്താണ്? യുണീക്ക് ആണ്. ആൻഡ് cannot be repeated. അത് എന്ത് ചെയ്യാൻ പറ്റില്ല? ആവർത്തിക്കാൻ, റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ആസ് എ റിസൾട്ട് ഓഫ് ദിസ്, ഇതിന്റെ ഫലമായി, ഇൻ കോൺസിക്വൻസ് എന്നാണ് ടെക്സ്റ്റ് ബുക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫ്രേസ്. വി ആർ അൺപ്രിപ്പയർഡ് വെൻ വി ആർ ബോൺ. നമ്മൾ ജനിക്കുമ്പോൾ നമ്മൾ എന്താണ്? അൺപ്രിപ്പയർഡ് ആണ്. നമ്മളൊരു പ്രാക്ടീസും ഇല്ലാതെയാണ് വരുന്നത്. ആൻഡ് ഡു നോട്ട് ഗെറ്റ് എ ചാൻസ് ടു റിഹേഴ്സ് ഓർ പെർഫെക്റ്റ് അവർ ആക്ഷൻസ് ബിഫോർ വി ഡൈ. അതുകൊണ്ട് തന്നെ നമ്മൾ മരിക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ആക്ഷൻസ് റിഹേഴ്സ് ചെയ്യാനോ അല്ലെങ്കിൽ അത് കൂടുതൽ നന്നാക്കാനോ പെർഫെക്റ്റ് ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല. ഇതാണ് 1ാമത്തെ പോയിന്റ്. തന്നിരിക്കുന്ന ലൈൻസ് ഉണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടി രസമായിരിക്കും എളുപ്പം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. 2ാമത്തെ പോയിന്റ്, ദ പോയിന്റ് ഇത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് വെക്കേണ്ട കേട്ടോ. ലൈൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. സോ ലൈൻസ് വെച്ച് ഇത് വായിച്ചു നോക്കുമ്പോൾ എളുപ്പമായിരിക്കും. ദ പോയിന്റ് റിമൈൻഡ്സ് us that, ഈ കവിത നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, റിമൈൻഡ്സ് us എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്താണ്? ഈവൺ ഇഫ് യു ആർ ദ മോസ്റ്റ് സ്റ്റുപ്പിഡ് പേഴ്സൺ. 2ാമത്തെ സ്റ്റാൻസയാണ് കേട്ടോ. ഓരോ സ്റ്റാൻസ് നമ്മളിങ്ങനെ എളുപ്പത്തിൽ പറഞ്ഞു പോവാണ്. ഈവൺ ഇഫ് യു ആർ ദി മോസ്റ്റ് സ്റ്റുപ്പിഡ് പേഴ്സൺ, നിങ്ങളാണ് ഈ ഭൂമിയിലെ ഏറ്റവും സ്റ്റുപ്പിഡ് ആയിട്ടുള്ള പേഴ്സൺ എന്ന് വിചാരിച്ചോളൂ. on the planet, you won't get another chance to repeat the experience or lesson. എന്നാൽ നിങ്ങൾക്ക് പോലും ഈ ജീവിതമാകുന്ന എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ ലെസൺ എന്ത് ചെയ്യാൻ പറ്റില്ല? റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ബിക്കോസ് ലൈഫ് ഈസ് ലൈക്ക് എ കോഴ്സ് ദാറ്റ് ഈസ് ഓൺലി ഓഫേർഡ് വൺസ്. വളരെ പ്രധാനപ്പെട്ട ഒരു തീമാണത്. ലൈഫ് എന്ന് പറയുന്നത് ഒരിക്കൽ മാത്രം ഓഫർ ചെയ്യപ്പെടുന്ന ഒരു കോഴ്സാണ് എന്നാണ്. ഇനി 3ാമത്തെ പോയിന്റ് എന്താ നോക്കൂ. ഈച്ച് ഡേ ഇസ് ന്യൂ ആൻഡ് ഡിഫറെന്റ്. ഓരോ ദിവസവും എന്താണ്? യുണീക്ക് ആണ്. നോ ഡേ കോപ്പീസ് യെസ്റ്റർഡേ എന്നാണ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. നോ 2 nights മേക്സ് us happy in exact
the same way. രണ്ട് രാത്രികൾ പോലും നമുക്ക് ഒരുപോലെ എന്ത് ചെയ്യില്ല, സന്തോഷം തരില്ല. ആൻഡ് ഈവൻ കിസ്സസ് ആർ നെവർ ദ സെയിം അല്ലെ. കിസ്സസ് എന്ന് പറഞ്ഞ ചുംബനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ അഫെക്ഷൻ പോലും എന്തല്ല, ലവ് ആൻഡ് അഫെക്ഷൻ പോലും എന്തല്ല, സെയിം അല്ല. ആ ഓരോ എക്സ്പീരിയൻസും എന്താണ്, യുണീക്ക് ആണ്. നെക്സ്റ്റ്, Simposka shows how our feelings can change from one day to the next. ഇത് stanza number 5 and 6 ആണ്. stanza number 4 and 5 ആണ്. ഓക്കെ, രണ്ട് സ്റ്റാൻസ നമ്മൾ ഒരുമിച്ചൊക്കെ പറയാണ്. Simposka shows how our feelings can change from one day to the next. സിംപോസ്ക പറയുന്നുണ്ട് എങ്ങനെയാണ് നമ്മുടെ ഫീലിങ്സ് പോലും ഒരു ദിവസം കഴിഞ്ഞ് മറ്റൊരു ദിവസത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് ചേഞ്ച് ചെയ്യുന്നത്, ട്രാൻസ്ഫോം ചെയ്യുന്നത്. വൺ ഡേ, എക്സാമ്പിൾ പറയണം, ഒരു ദിവസം when someone says her loved one's name, ഒരു ദിവസം പോയറ്റിന്റെ ലവ്ഡ് വൺ, ഇഷ്ടപ്പെട്ട ഒരാളുടെ ബിലവഡിന്റെ പേര് ഒരാൾ മെൻഷൻ ചെയ്യുകയാണ്, സൂചിപ്പിക്കുകയാണെന്ന് വിചാരിച്ചോളൂ. ഇറ്റ് മേക്സ് her ഫീൽ ഹാപ്പി ലൈക്ക് എ ബ്യൂട്ടിഫുൾ റോസ് വിത്ത് ഫുൾ ഓഫ് കളർ ആൻഡ് സ്മെൽ ഈസ് ത്രോൺ ടു ഹെർ റൂം. പേടിക്കൊന്നും വേണ്ട. സോ ഒരാള് തന്റെ ബിലവഡിന്റെ പേര് മെൻഷൻ ചെയ്യുമ്പോൾ പോയറ്റിന് എങ്ങനെ തോന്നുവാണ്, ലൈക്ക് എ ബ്യൂട്ടിഫുൾ റോസ് വിത്ത് ഫുൾ ഓഫ് കളർ ആൻഡ് സ്മെൽ അല്ലെ, കളറും സ്മെല്ലും ഒക്കെ ഉള്ള ഒരു റോസാ പുഷ്പം തൻ്റെ റൂമിലേക്ക് എറിഞ്ഞതുപോലെ തോന്നും. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സൈറ്റിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും. എന്നാൽ പിറ്റേ ദിവസമോ, ബട്ട് ദ നെക്സ്റ്റ് ഡേ ഈവൻ വെൻ ഷീ ഈസ് വിത്ത് ദ സെയിം പേഴ്സൺ, അല്ല ഇന്നലെ പേര് കേട്ട ആ പേഴ്സണിന്റെ കൂടെ ഇപ്പോൾ ഫിസിക്കലി പ്രസന്റ് ആണെങ്കിൽ പോലും ഷീ ഫീൽസ് ബോർഡ്, അവൾക്ക് ബോർഡം, മടുപ്പ് തോന്നുന്നു. ആൻഡ് കീപ്സ് ലുക്കിംഗ് അറ്റ് ദ ക്ലോക്ക്, എന്നിട്ടോ ക്ലോക്കിലേക്ക് സമയം നോക്കിയിരിക്കുന്നു. ഓക്കെ, അടുത്ത പോയിന്റ് ഇത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് തോന്നുന്നില്ലേ? സിമ്പിൾ ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ പറയണം. ഓക്കെ, ദ പോയം ടെൽസ് us ടു എൻജോയ് ദ പ്രസന്റ് മൊമെന്റ്. ഇപ്പോൾ നമ്മളോട് പറയുന്ന കാര്യമാണത്, എൻജോയ് ദ പ്രസന്റ്, ലിവ് ഇൻ ദ പ്രസന്റ്. എന്നിട്ടോ വി ഓഫൻ ഫീൽ സാഡ് അബൌട്ട് ടൈം പാസിങ്. നമ്മളിങ്ങനെ സമയം, ദിവസങ്ങൾ വേഗത്തിൽ കടന്നു പോകുന്ന കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വെറുതെ അനാവശ്യമായി അൺനെസസറിലി നമ്മൾ എന്ത് ചെയ്യും, വെറി ചെയ്യും. ബട്ട് വെറിയിങ് ഡസൻ ഹെൽപ്പ്. പക്ഷെ എന്നാൽ ആ വെറിയിങ് നമ്മൾ ഒരിക്കലും സഹായിക്കുന്നില്ല. നിങ്ങൾക്ക് സമയത്തിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ഈച്ച് മൊമെന്റ് ഗോസ് അവേ ആൻഡ് ബിക്കംസ് എ പാർട്ട് ഓഫ് ദ പാസ്റ്റ്. ഓരോ മൊമെന്റും കടന്നു പോവാണ്, അത് പാസ്റ്റിന്റെ അല്ലെ, കഴിഞ്ഞ കാലത്തിന്റെ ഭാഗമായി തീരുവാണ്. ആൻഡ് ലാസ്റ്റ് സ്പോട്ട് അല്ലെ, ലാസ്റ്റ് പോർഷൻ ഇതാണ്. നമുക്ക് ഇത്രയേ ഉള്ളൂ. വലിയൊരു പോയത്തെ 7x4 അല്ലെ, 7x4 28 വരെയുള്ള ഒരുപാട് ഡീപ്പർ മീനിങ് ഒരു പോയത്തെയാണ് നമ്മളിങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പീപ്പിൾ മേ ബി ഡിഫറെന്റ്. ആളുകൾ, ഏഴാമത്തെ സ്റ്റാൻസിയാണ്, ആളുകൾ ഡിഫറെന്റ് ആയിരിക്കാം. ലൈക്ക് 2 drops ഓഫ് വാട്ടർ അല്ലെ, 2 drops ഓഫ് വാട്ടേഴ്സ് പോലെ ആളുകൾ ഡിഫറെന്റ് ആണ്. പക്ഷേ ബട്ട് ദേ സ്റ്റിൽ വാണ്ട് ഹാർമണി ഇൻ ലൈഫ് ഓൺ എർത്ത്. പക്ഷെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, അവർ ലൈഫില്, ഭൂമിയിലെ ജീവിതത്തിൽ അവർ ഹാർമണി എന്ത് ചെയ്യുന്നുണ്ട്, പ്രിഫർ ചെയ്യുന്നുണ്ട്, ഹാർമണി സീക്ക് ചെയ്യുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ രണ്ടാമത്തെ പാരഗ്രാഫ്. അപ്പൊ മൂന്നാമത്തെ പാരഗ്രാഫ് എന്താ സാറേ, നോക്കാം. സോ പാരഗ്രാഫ് 3 എന്ന് പറയുന്നത് പോയറ്റിക് ഡിവൈസസ് ആണ്. വെരി ഇമ്പോർട്ടൻറ്റ്. മൂന്നാമത്തെ പാരഗ്രാഫിലാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ലൈൻസിൽ അല്ലെങ്കിൽ ആ പോയത്തിലെ പോയറ്റിക് ഡിവൈസസ്, ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്, ഈ അലിട്രേഷൻ, മെറ്റഫർ, സിമിലി എന്നൊക്കെ പറയുന്ന ഐറ്റംസ് നമ്മൾ എഴുതേണ്ടത്. അതെങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് പലർക്കും കൺഫ്യൂഷനാണ്. എന്നാൽ ഒരു 2-3 മിനിറ്റ് നിങ്ങൾ എനിക്ക് അതെങ്ങനെയാണെന്ന് കൃത്യമായിട്ട് നാച്ചു സാറ് കാണിച്ചു തരാം. സോ മൂന്നാമത്തെ പാരഗ്രാഫിനെ ഞാൻ പോയൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. എന്തിനാ, എളുപ്പത്തിൽ മനസ്സിലാക്കാൻ, നിങ്ങൾക്ക് എളുപ്പത്തിൽ റിവൈസ് ചെയ്യാൻ. ഈ വീഡിയോ നിങ്ങൾ ഒരു തവണ കൂടെ കണ്ട് എന്ത് ചെയ്യണം, ഈ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്രിസിയേഷൻ നിങ്ങളുടെ പോക്കറ്റിൽ കിടക്കും. ഐ പ്രോമിസ് യു. നോക്കൂ, ഞാൻ ആദ്യം പറയാണ്, ദ പോയം ഈസ് അറേഞ്ച്ഡ് ഇൻ 7 quatrains. ഈ പോയം 7 quatrains ആണ്. ക്വാട്രെയിൻസ് എന്ന് പറഞ്ഞാൽ എന്താ, 4 വരികളുള്ള സ്റ്റാൻസ, 4 line സ്റ്റാൻസയ്ക്കാണ് നമ്മൾ ഇംഗ്ലീഷിൽ ക്വാട്രെയിൻ എന്ന് പറയാം. ദ പോയം ഈസ് അറേഞ്ച്ഡ് ഇൻ 7 quatrains. അങ്ങനെ 4 വരികളുള്ള സ്റ്റാൻസ 7 quatrains-ലാണ് ഈ പോയം അറേഞ്ച് ചെയ്തിട്ടുള്ളത് വിത്ത് റൈം സ്കീം ഓഫ് ABAB. സോ നിങ്ങൾക്ക് മൂന്നാമത്തെ പാരഗ്രാഫിന്റെ തുടക്കത്തിൽ തന്നെ ഈ പോയത്തിന്റെ ബേസിക് സ്ട്രക്ചറിനെ കുറിച്ച് എഴുതാം. ദെൻ ഇത് നിങ്ങൾക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സെന്റൻസ് ആണ്. നോക്കിയേ, ദ റിച്ച് യൂസ് ഓഫ് വാരിയസ് പോയറ്റിക് ഡിവൈസസ്. പല തരത്തിലുള്ള പോയറ്റിക് ഡിവൈസസ് ഈ കവിതയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. റിച്ച് യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് തരത്തിലുള്ള പോയറ്റിക് ഡിവൈസസ് യൂസ് ചെയ്തിട്ടുണ്ട്. മേക്സ് ദ പോയം മോർ ബ്യൂട്ടിഫുൾ. ഈ കവിതയെ കൂടുതൽ മനോഹരമാക്കുന്നു. അങ്ങനെ എഴുതി വെച്ചോ. ദെൻ നമ്മൾ ഓരോന്ന് പറയാണ്. സിംപോസ്ക യൂസസ് മെറ്റഫേഴ്സ്. അപ്പൊ ഞാൻ മെറ്റഫർ പറയുന്നു. അപ്പൊ ഒന്ന് ഓർമ്മിച്ച് വെക്കുക, ഈ പോയം പഠിച്ചവർക്ക് അറിയാം മെറ്റഫർ എവിടെയുള്ളത്. സിംപോസ്ക യൂസസ് മെറ്റഫേഴ്സ് സച്ച് ആസ് കമ്പയറിംഗ് ലൈഫ് ടു എ വൺ ടൈം കോഴ്സ്. രണ്ടാമത്തെ സ്റ്റാൻസയിൽ ലൈഫിനെ എന്തുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്, വൺ ടൈം കോഴ്സുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. മെറ്റഫർ ആണ്. അടുത്തത്,
അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞു സിംപോസ്ക യൂസസ് മെറ്റഫർ. ഇനി ഞാൻ എന്ത് പറയില്ല, സിംപോസ്ക യൂസസ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയില്ല, തിരിച്ചു പറയുന്നത് എങ്ങനെയാണ്? പേഴ്സോണിഫിക്കേഷൻ ഈസ് എംപ്ലോയിഡ്. എംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ യൂസ്ഡ്, പേഴ്സോണിഫിക്കേഷൻ ഉപയോഗിച്ചിരിക്കുന്നു, യൂസ് ചെയ്തിരിക്കുന്നു. വെൻ ദ പോയറ്റ് അസ്യൂംസ് ദാറ്റ്, പോയറ്റ് അസ്യൂം ചെയ്യുമ്പോൾ, എന്ത് അസ്യൂം ചെയ്യുമ്പോൾ, അസ്യൂം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, കരുതുമ്പോൾ, എന്ത്, ദാറ്റ് ദ ഡേ ഹാസ് ദ എബിലിറ്റി ടു കോപ്പി, അല്ലെ, നോ ഡേ കോപ്പീസ് യെസ്റ്റർഡേ എന്ന ടെക്സ്റ്റ് ബുക്കിൽ സ്റ്റാൻസ നമ്പർ 3 പറയുന്നുണ്ട്. അപ്പോ assumes that the day has the ability to copy, ദിവസത്തിന് കോപ്പി ചെയ്യാനുള്ള കഴിവും, night has the ability to teach, രാത്രിക്ക് ടീച്ച് ചെയ്യാനുള്ള, ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കാനുള്ള കഴിവുണ്ടെന്ന് പറയുമ്പോൾ അതെന്താണ്, അത് രസമുള്ള പേഴ്സോണിഫിക്കേഷൻ ആണ്. നെക്സ്റ്റ്, അടുത്തത് ഞാൻ എന്തിനെ കുറിച്ചാണ് പറയുന്നത് നോക്കിയേ. The poet also uses alliteration. നിങ്ങൾ ശ്രദ്ധിച്ചോളാം, ഞാൻ ഓരോന്നിനും ഉപയോഗിച്ച സെന്റൻസ്. സിംപോസ്ക യൂസസ് മെറ്റഫേഴ്സ്. ഇനി പേഴ്സോണിഫിക്കേഷൻ ഈസ് എംപ്ലോയിഡ് വെൻ ദ പോയറ്റ് അസ്യൂംസ്. ദ പോയറ്റ് യൂസസ് alliteration in the lines. എവിടെയാണ്? No two nights. നോക്കൂ, alliteration ആണ്, അത് നമ്മൾ സെപ്പറേറ്റ് ഓർമ്മിച്ച് നോക്കും അല്ലേ. No two nights will teach what bliss is, അല്ലേ. Then the next day though you are here with me. The next day though you are here with me. Then I feel as if a rose were flung. സൗണ്ട്. ഇതൊക്കെ എന്തിനുള്ള എക്സാമ്പിൾ ആണ്? alliteration എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ്, അടുത്ത ഞാൻ ഓഡിറ്ററി ഇമേജിനുള്ള എക്സാമ്പിൾ പറയുന്നു. എങ്ങനെയാ പറയുന്നത്? ആൻ എക്സാമ്പിൾ ഓഫ് ഓഡിറ്ററി ഇമേജ് ഈസ് ദർ ഇൻ ദ ലൈൻ. എവിടെ എന്താ? സം ഐഡൽ ടങ് മെൻഷൻസ് യുവർ നെയിം. സ്റ്റാൻസ നമ്പർ 4. ഓക്കെ, ഓഡിറ്ററി ഇമേജ് ആണ്. ഇനിയോ, ജസ്റ്റ് 2 drops of water are ഈസ് എൻ എക്സലന്റ് എക്സാമ്പിൾ. ഞാൻ വേറെ ഈസ് എൻ എക്സലന്റ് എക്സാമ്പിൾ ഓഫ് സിമിലി. ഇനിയോ, സം വിഷ്വൽ ഇമേജസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അങ്ങനെ ഓരോന്നും അവിടെയുള്ള ഓരോന്നും നിങ്ങൾ എന്ത് ചെയ്യുക, പിക്ക് ചെയ്തിട്ട് പല രീതിയിൽ എന്ത് ചെയ്യുക, എഴുതി വെക്കുക. വേഗത്തിൽ പരിപാടി കഴിയും. കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു കാര്യം കൂടെ വെയിറ്റ്, അവസാനം നിങ്ങൾ ഇതുകൂടെ എഴുതി വെക്കണം ഒരു സന്തോഷത്തിന്. എന്താ അറിയോ? ഐ ലവ് ദിസ് പോയം. നിങ്ങൾക്ക് ഈ പോയം എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു? സാർ, എനിക്ക് ഈ പോയം ഇഷ്ടപ്പെട്ടില്ലല്ലോ, പിന്നെന്തോ നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്? ഇഷ്ടപ്പെട്ടു എന്ന് പറയണം, എന്നാലേ മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, ഐ ലവ് ദിസ് പോയം ബിക്കോസ് എന്തുകൊണ്ടാ? ഇറ്റ് സെർവ്സ് ആസ് എ സീരിയസ് റിമൈൻഡർ. ഈ പോയം ഒരു സീരിയസ് റിമൈൻഡർ ആണ്. റിമൈൻഡർ എന്ന് വെച്ചാൽ ഓർമ്മപ്പെടുത്തലാണ്. എന്തിന്? ടു എംബ്രേസ് ഈച്ച് മൊമെന്റ്. ഓരോ മൊമെന്റിനെയും, ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളെയും ആലിംഗനം ചെയ്യാൻ, കെട്ടിപ്പിടിക്കാൻ എന്ന് പറഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ട് അപ്രോച്ച് ചെയ്യാൻ. വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. എന്തോടുകൂടെ? നന്ദിയോടുകൂടെ, ഗ്രാറ്റിറ്റ്യൂഡോടുകൂടെ. ഓക്കെ, ഇതോടുകൂടെ എന്ത് കഴിയുന്നു? ഈ അപ്രിസിയേഷൻ കഴിയുന്നു. ലെറ്റ് മീ റിമൈൻഡ് യു സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ്. റൈറ്റിംഗ് ഈസ് ഹാർഡ് വർക്ക്. എഴുതുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു ജോലിയാണ്. കേട്ടിരിക്കാൻ എളുപ്പമാണ്. പക്ഷേ ഈ വീഡിയോ ഒന്നുകൂടെ കണ്ടിട്ട് എൻ്റെ കുട്ടികൾ ഞാൻ ഈ ഒന്ന് എഴുതി നോക്കാൻ വേണ്ടി ശ്രമിക്കൂ. എന്നിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന്, ഫീഡ്ബാക്സ് എന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും മറന്നു പോരുത്. സോ അടുത്ത വീഡിയോ ആയിട്ട് നാച്ചു സാർ വരുന്നവരെ, ദിസ് ഇസ് നാസിർ ഫാറുദ്ദീൻ സൈനിങ് ഓഫ് ഫ്രം Xylem Learning. ഹാപ്പി ലേണിംഗ് എവ്രിവൺ.